വയനാട് കള്ളാടിയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. മീനാക്ഷി പുഴയുടെ കരയിൽ നിന്ന് ഫയർഫോഴ്സാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണസംഖ്യ 8 എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, വിശദാംശങ്ങൾ. അല്പസമയം മുമ്പ് ഈ മീനാക്ഷി പുഴയുടെ വലത് കരയിൽ ഒരു കുളം, ഒരു ചതുപ്പ് നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലാണ് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്. ഈ മൃതദേഹം അവർ ഇനി നോക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു. മരണസംഖ്യ 8. ഇന്ന് 6ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ സന്നദ്ധ പ്രവർത്തകരെ അടക്കം കൂട്ടി വലിയ ഒരു ടീമിന്റെ ഒരു മാസ് ആയിട്ടുള്ള തെരച്ചിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്തായാലും രാവിലെ തന്നെ ഫയർഫോഴ്സ് ആ ജലാശയത്തിന് സമീപം, ഈ പുഴയുടെ കരയ്ക്കാണ്, അവിടെ ഒരു ഏലത്തോട്ടം ഉണ്ടായിരുന്നു. അതിനോട് ചേർന്നൊരു കുളമുണ്ട്. എല്ലാ പ്രദേശവും ഇപ്പോൾ ചെളി നിറഞ്ഞ് കിടക്കുകയാണ്. അവിടെ ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അവിടേക്ക് ഈ മീനാക്ഷി പാലത്തിൽ നിന്ന് അധികം ദൂരമില്ല. ഒരു 200-250 മീറ്റർ മാറിയാണ്, പുഴയുടെ വലത്ത് കരയിലാണ് ഈ പ്രദേശം. അവിടെ നിന്നാണ് ഫയർഫോഴ്സ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. റാണയുടെ ബന്ധുക്കൾ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അവർ ഇനി അവിടെ എത്തി അവരെ കാണിച്ചതിന് ശേഷമായിരിക്കും ഇത് മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കള്ളാടിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരമായി പറയാനുള്ളത്. ആര്യ. എം കമലാണ് വിവരങ്ങൾ നൽകുന്നത്. കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 8 ഒരു വിക്രം റാണയുടെ മൃതദേഹമാണ് ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ കമൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, അവിടെ കാലാവസ്ഥയൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വിക്രം റാണയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കമൽ, കൂടുതൽ വിവരങ്ങളിലേക്ക്. ആര്യ, വിക്രം റാണയുടെ മൃതദേഹമാണെന്ന് ഉറപ്പിച്ചിട്ടില്ല. ബന്ധുക്കൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഒരു മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെത്തി മൃതദേഹം ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ബന്ധുക്കൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം മൃതദേഹം അവര് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ആരുടെ മൃതദേഹമാണ് എന്നതിൽ വ്യക്തത ഉണ്ടാവുക. കമൽ, എങ്ങനെയാണ് ബാക്കി തെരച്ചിൽ മുന്നോട്ട് നടക്കുക? തെരച്ചിൽ രാവിലെ വലിയൊരു മാസ് തെരച്ചിലാണ് ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അതിനായി സന്നദ്ധ പ്രവർത്തകരടക്കം വലിയൊരു സംഘം തന്നെ ഇവിടെ എത്തിയിരുന്നു. അവർക്ക് NDRFന്റെ ഉദ്യോഗസ്ഥൻ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി. മന്ത്രി ടി സിദ്ദിഖാണ് നേരിട്ട് അതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അവർ തെരച്ചിലിന് അല്പസമയം മുമ്പ് ഇറങ്ങി ഓരോ ടീമിനും ഓരോ ഏരിയ ആയി തിരിച്ചു കൊടുത്ത തുടങ്ങിയത്. അതിന്റെ ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പാലത്തിന് തൊട്ടു താഴെ പുഴയുടെ വലത്തെ കരയിലെ ചതുപ്പ് പ്രദേശം, അവിടെ ഒരു കുളവും ഏലത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മണ്ണും മറ്റ് വസ്തുക്കളൊക്കെ അടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നലെ മുതൽ ഈ പ്രദേശത്ത് വെയിൽ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ആ ഭാഗമൊക്കെ. അവിടെയാണ് ഫയർഫോഴ്സിന്റെ സംഘം പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഹിമാചൽ സ്വദേശി വിക്രം സിംഗ് റാണയാണ് ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെത്തി മൃതദേഹം ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ആ നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ദുരന്തത്തിൽ 8 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു.